ഞാൻ ചെമ്മീനും പയറും തോരൻ വെക്കാനാണ്. അതിലേക്ക് വേണ്ട പയറ് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി കുറച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട്. വറ്റൽമുളകാണ് അതിലേക്ക് വേണ്ടത്, അത് ഒരു 3 എണ്ണം. പിന്നെ വേപ്പില, കടുക്, വെളിച്ചെണ്ണ. ഇതിലേക്കുള്ള ഉള്ളിയും വറ്റൽമുളകും ചതച്ചെടുക്കാം. ഉള്ളിയും വറ്റൽമുളകും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ചട്ടി അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിക്കുന്നുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും വറ്റൽമുളകും ഇതിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി ഇങ്ങനെ നന്നായി മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനൊന്ന് ഇങ്ങനെ ചതച്ചെടുക്കേണ്ടതുണ്ട്. അതായത് ചെമ്മീൻ കുറച്ച് വലുപ്പമുള്ളതാണ്. ചെറിയ ചെമ്മീനാണെങ്കിൽ ചതക്കണ്ട. ഇത് കുറച്ച് മാംസമുള്ള ചെമ്മീനായതുകൊണ്ട് ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചതച്ചു കൊടുക്കണം. ചെമ്മീനൊന്ന് നന്നായി ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഉള്ളിയും മുളകും മൊരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ഒരു പകുതി വേവ് ആവുമ്പോൾ നമുക്കിതിലേക്ക് പയറ് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പയറ് ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി പയറും ചെമ്മീനും ഉള്ളിമുളകൊക്കെ അങ്ങനെ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി ഇത് എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കാം. പയറും ചെമ്മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. എറണാകുളംകാർ ഉണ്ടാക്കുന്ന ഒരു തോരനാണ് ചെമ്മീനും പയറും തോരൻ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.